ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ വേപ്പില കൊണ്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വേപ്പില, അലോവേറ ജെല്ല്, സോപ്പ് മോൾഡ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വേപ്പിലയുടെ ഇല നമ്മളൊരു ബൗളിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിൽ അലോവേറ ജെല്ല് കൂടി ചേർത്ത് കൊടുക്കാം. അലോവേറ ജെല്ല് 2 സ്പൂണ് ഇടുന്നുണ്ട്. ഇത് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു അരിപ്പ കൊണ്ടോ തുണി കൊണ്ടോ ഇത് അരിച്ചെടുക്കാവുന്നതാണ്. ഇത് അരിച്ചെടുത്തതിന് ശേഷം നന്നായി പിഴിഞ്ഞ് അരിച്ചെടുക്കുക. അതിനുശേഷം അത് നമ്മൾക്ക് മാറ്റി വെച്ചിട്ട് ഗ്ലിസറിൻ സോപ്പ് ബേസ് കട്ട് ചെയ്യാം. നന്നായി കുഞ്ഞു കുഞ്ഞു പീസായി ഇത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്യേണ്ടത്. ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇടാം. ഇനി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വേറൊരു പാത്രത്തിൽ സോപ്പ് ബേസ് ഇട്ട് അത് നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേപ്പില ചാർ ഉണ്ടാക്കിയതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് മോൾഡിലേക്ക് ഒഴിക്കാം. മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് ഇളക്കാൻ പാടുള്ളൂ. നമ്മൾ എല്ലാത്തിലും ഒഴിക്കുന്നുണ്ട്. തികയുന്നത് പോലെ നമ്മൾ ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് റെഡിയാവും.
അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ സോപ്പ് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച വേപ്പില കൊണ്ടുള്ള സോപ്പ്. ഇതിനെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതാണ് നമ്മുടെ വേപ്പില കൊണ്ടുള്ള സോപ്പ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ ബൈ, ടാറ്റ, സീ യു.